ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ലെമൺ ഓറഞ്ച് പൗണ്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. ഈ മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് ബട്ടർമിൽക്ക് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, 1 ടീസ്പൂൺ ലെമൺ എക്സ്ട്രാക്ട്. ഇത് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കണം. ഇനിയും ഈ ബൗളിലേക്ക് 2 സ്റ്റിക്ക് ബട്ടറാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഇത് രണ്ടും കൂടി ഒരു 4-5 മിനിറ്റ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കണം. പഞ്ചസാരയും ബട്ടറും കൂടി ഒരു 5 മിനിറ്റോളം ഇത് അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയാണ് ചേർക്കുന്നത്. 4 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്ന ലെമൺ സെസ്റ്റും ഓറഞ്ച് സെസ്റ്റുമാണ് ചേർക്കുന്നത്. 3 ടീസ്പൂണോളം ചേർക്കണം. അതുപോലെ തന്നെ ഓറഞ്ച് സെസ്റ്റും ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കണം. എപ്പോഴും ഞാൻ ഇതുപോലെ ഓറഞ്ചും ലെമണും എടുക്കുമ്പോൾ അതിൻ്റെ സെസ്റ്റ് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെക്കും. അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അത് വേസ്റ്റ് ആക്കാതെ നമുക്ക് പല സംഗതികൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്ലവറാണ് ചേർക്കുന്നത്. ഈ ഫ്ലവറും അതുപോലെ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ മിൽക്കും ഇടവിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഫ്ലവർ, കുറച്ച് ബട്ടർ മിൽക്ക്, കുറച്ച് ഫ്ലവർ, ബട്ടർ മിൽക്ക്, ഇനിയും ബാക്കിയുള്ള പൊടിയും കൂടി ചേർക്കണം. ഈ ബാറ്റർ 2 ലോഫ് പാനിനകത്താണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 9/5 ഒറ്റ ലോഫ് പാനിലും ബേക്ക് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബാറ്റർ ബേക്കിംഗ് പാനിൽ ഒഴിക്കുന്നതിന് മുൻപേ നന്നായിട്ട് ബട്ടറോ എണ്ണമയോ പുരട്ടിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് ഓവനിൽ വെക്കുന്നതിന് മുമ്പേ ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം ഓവനിൽ വയ്ക്കാൻ. കേക്ക് 350 ഡിഗ്രിയിൽ 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. നിങ്ങളത് ടൂത്ത്പിക്കോ അല്ലെങ്കിൽ കേക്ക് ടെസ്റ്ററോ കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ വരുന്നുണ്ടെന്ന് വരികിൽ കേക്ക് റെഡിയായി. കേക്ക് തണുക്കുന്ന സമയത്ത് അതിനുള്ള ഗ്ലേസ് ചെയ്യാൻ ഉണ്ടാക്കുകയാണ്. അതിന് ഈ മഗ്ഗിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ചേർക്കേണ്ടത്. ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരുന്നാൽ മതി. ഇതിലൂടെ സ്വല്പം തിക്കായിട്ട് എടുക്കണമെന്ന് വരികിൽ കൂടുതൽ പഞ്ചസാരപ്പൊടി ചേർക്കുക. തിന്നായിട്ട് മതി എന്ന് വരികിൽ ഓറഞ്ച് ജ്യൂസ് കൂടുതൽ ചേർക്കുക. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. ഈ കേക്കിന്റെ ഒരു പ്രത്യേകത ഇതിൽ ഓറഞ്ച് ജ്യൂസും
ഓറഞ്ച് സെസ്റ്റും ലെമൺ സെസ്റ്റും ചേർത്തിരിക്കുന്നത് കൊണ്ട് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.